ഈ ചെറിയ സെന്റൻസുകളൊന്ന് കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തേ. നിങ്ങളുടെ ഇന്റർവ്യൂവിന് സമയമായി, അകത്തേക്ക് വന്നോളൂ. ഇറ്റ്സ് ടൈം ഫോർ യുവർ ഇന്റർവ്യൂ, പ്ലീസ് കം ഇൻ ഓർ പ്ലീസ് ഗെറ്റ് ഇൻ, ഇറ്റ് ഇസ് ടൈം ഫോർ യുവർ ഇന്റർവ്യൂ. നിങ്ങളുടെ എക്സാമിന്റെ സമയമായി, നല്ലതുപോലെ പഠിക്കൂട്ടോ. ഇറ്റ്സ് ടൈം ഫോർ യുവർ എക്സാം, ഇറ്റ്സ് ടൈം ഫോർ യുവർ എക്സാം, സ്റ്റഡി വെൽ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി, എങ്ങനെ പറയും? കൂടെ പറഞ്ഞ്, ഇറ്റ്സ് ടൈം ഫോർ അവർ ബ്രേക്ക്ഫാസ്റ്റ്, ഇറ്റ് ഇസ് ടൈം ഫോർ അവർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റു ചില സെന്റൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യണോ. എനിക്ക് വീട്ടിൽ പോകുവാൻ സമയമായി, എനിക്ക് വീട്ടിൽ പോകുവാൻ സമയമായി, ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ ഹോം, ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ ഹോം. നിനക്ക് ജോലിക്ക് പോകുവാൻ സമയമായി, അല്ലെങ്കിൽ നിനക്ക് ജോലിക്ക് പോകാനുള്ള നേരമാണിപ്പോ, എങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗോ ടു വർക്ക്, ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗോ ടു വർക്ക്. നമുക്ക് നടക്കാൻ പോകാൻ സമയമായി, എങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ഗോ ഫോർ എ വാക്ക്, ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ഗോ ഫോർ എ വാക്ക്. ഇനി അവന് ഓഫീസിലേക്ക് പോകുവാൻ സമയമായി, ഇറ്റ്സ് ടൈം ഫോർ ഹിം ടു ഗോ ടു ദ ഓഫീസ്, ഇറ്റ്സ് ടൈം ഫോർ ഹിം ടു ഗോ ടു ദ ഓഫീസ്. അവൾക്ക് അവളുടെ ഹോംവർക്ക് ചെയ്യുവാനുള്ള സമയമായി, എങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ഫോർ ഹർ ടു ഡു ഹർ ഹോംവർക്ക്, ഇറ്റ്സ് ടൈം ഫോർ ഹർ ടു ഡു ഹർ ഹോംവർക്ക്. ഇനി അവർക്ക് കിടക്കാൻ പോവാൻ സമയമായി, എങ്ങനെയാ പറയാ? ഇറ്റ്സ് ടൈം ഫോർ ദം ടു ഗോ ടു ബെഡ്, ഇറ്റ്സ് ടൈം ഫോർ ദം ടു ഗോ ടു ബെഡ്. ട്രെയിന് പുറപ്പെടാൻ സമയമായി, ഹൗ ഡു വി സേ ദിസ്? ട്രെയിന് പുറപ്പെടാൻ സമയമായി, കൂടെ പറഞ്ഞ്, ഇറ്റ്സ് ടൈം ഫോർ ദ ട്രെയിൻ ടു ലീവ്, ഇറ്റ്സ് ടൈം ഫോർ ദ ട്രെയിൻ ടു ലീവ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് പറയാ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുവാനുള്ള സമയമായി, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുവാനുള്ള നേരമാണിപ്പോൾ, എങ്ങനെ പറയും? ജസ്റ്റ് കമന്റ് ബിലോ പ്ലീസ്.